തേനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര തരം തേനുണ്ട്? അങ്ങനെയൊക്കെ ഉണ്ടോ? തേൻ ആകെ നമ്മൾ ഒരു ടൈപ്പ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. എത്ര തരം തേനുണ്ട് എന്ന് ചോദിച്ചാൽ അത് അറിയുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ വയനാട് വൈത്തിരിയിലെ ഹണി മ്യൂസിയത്തിൽ പോയാൽ തേനിനെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അറിയാം. തേനീച്ചയുടെ ജീവിതചക്രം മുതൽ തേൻ ഉൽപ്പാദന രീതി വരെ ഇവിടെ നിന്നും മനസ്സിലാക്കാനും കഴിയും. ഒരു പഠന കേന്ദ്രമാണ് എന്ന് പറയാം. തേനിനെക്കുറിച്ച് അറിയാൻ ഇതാ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പഠന കേന്ദ്രമുണ്ട്. മാത്രമല്ല വൈവിധ്യമാർന്ന തേൻ രുചിയും വേറിട്ട അനുഭവമാണ്. അത്തരമൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. നേരെ ഹണി മ്യൂസിയത്തിലേക്ക്. ഇന്നത്തെ വയനാട്ടിലെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര വൈത്തിരിയിലേക്കാണ്. വൈത്തിരി എന്ന് പറയുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. അവിടെ ഒരു ഹണി മ്യൂസിയം ഉണ്ട്. തേനിനെ കുറിച്ച് എല്ലാം അറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു ഹണി മ്യൂസിയം. ആ ഹണി മ്യൂസിയത്തിന്റെ കാഴ്ചകൾ തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. തേനുകളെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ എന്ന് പറയുന്നത് വൻതേൻ, കാട്ടുതേൻ, പുറ്റുതേൻ, അതോടൊപ്പം തന്നെ ചെറുതേൻ, ഇത് മാത്രമാണ് പൊതുവെ ആളുകൾക്ക് അറിയാറുള്ളത്. പക്ഷേ ഒരുപാട് വൈവിധ്യം ഈ തേനുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ തേനുകളെക്കുറിച്ച് അറിവ് പകരുന്ന ഒരിടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വയനാട് ഹണി മ്യൂസിയം. ഇത് ഐൻസ്റ്റീൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് തേനീച്ചകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന് 4 വർഷം മാത്രമേ ജീവിക്കാനാവുന്നതാണ്. ഇതിൽ മെയിൻ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പോളിനേഷനാണ്. 80 to 90% പോളിനേഷൻ നടക്കുന്നത് തേനീച്ചകൾ കാരണമാണ്. സോ അവരില്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ ഇതാണ് റാണി ഈച്ചൻ്റെ ഒരു ഡീറ്റെയിൽസ്. അതായത് ഒരു കൂട്ടിലെ ഈച്ചകൾ, അതായത് ഡ്രോൺ ബി, വർക്കർ ബി, ക്യൂൻ ബി 2 to 3 year ആണ് അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത്. പിന്നെ വർക്കർ ബി ആയിക്കോട്ടെ, ഡ്രോൺ ബി ആയിക്കോട്ടെ, ജസ്റ്റ് 70 to 80 days ആണ്. പിന്നെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്യൂൻ ബീനെ, കാരണം ക്യൂൻ ബി കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. ഈ ഹണി മ്യൂസിയത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യന്ത്ര സഹായത്തോടു കൂടി തേൻ വേർതിരിക്കുന്ന അല്ലെങ്കിൽ തേൻ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കുന്ന ആ ഒരു റൂമാണിത്. ഇവിടെ യന്ത്രം കാണാം. ഇത് 3 layer ആയിട്ടുള്ള ഒരു ജാറാണ്. ഇതിനകത്തേക്ക് ഈ കളക്ട് ചെയ്യുന്ന തേൻ ഇവിടേക്ക് എത്തിക്കും. അത് ഒഴിച്ച് അത് പ്രോസസ്സിലൂടെ അത് ശുദ്ധീകരിച്ച് അത് വിപണന മൂല്യമുള്ള ഒരു വസ്തുവാക്കി അത് മാറ്റും. ആ തരത്തിലാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. വലിയ യന്ത്രസഹായത്തോടു കൂടിയാണ് ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. വൈത്തിരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് നല്ല ക്വാളിറ്റി ഹണി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിൻ്റെ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ക്വാളിറ്റി ഹണികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റോ ഹണികൾ ഇതിനകത്ത് വെച്ച് ശുദ്ധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിംഗ്ലെസ് ബി ഹണി, ചെറുതേൻ അറിയാലോ, ഒരുപാട് ഔഷധ ഗുണമൂല്യം കൂടിയ ഒരു തേനാണ് ഈ ചെറുതേൻ എന്ന് പറയുന്നത്. ഡെയിലി സ്റ്റിംഗ്ലെസ് ബി ഹണീസ് കഴിക്കുന്ന ഒരാൾക്ക് 90% ക്യാൻസർ വരാനുള്ള ചാൻസസൊക്കെ കുറവാണെന്ന സ്റ്റഡീസൊക്കെ പറയുന്നത്. പിന്നെ ഈ തേൻ എത്ര വർഷം ഇരിക്കുന്നോ അത്രത്തോളം അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുന്നുണ്ട്. അതിൻ്റെ കളറിലും ചെറിയ ചേഞ്ചസ് വരും. തേനിൻ്റെ ഔഷധ മൂല്യം ഏറെ വിലമതിക്കാൻ കഴിയാത്തതാണ്. കാരണം അത്രമാത്രം വൈവിധ്യങ്ങൾ ഈ തേനിലുണ്ട് എന്നുള്ള കാഴ്ചയാണ് ഇവിടെ. ഞാവൽ പൂന്തേൻ, അതായത് ജാമുൻ ഹണി, ഒപ്പം തന്നെ കരഞ്ച് ഹണി, തുളസി ഹണി,
അങ്ങനെ വൈവിധ്യമാർന്ന തേനുകളുടെ ശേഖരം തന്നെ ഇവിടെ കാണാം. മാത്രമല്ല അത് രുചിക്കാനും കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. എങ്ങനെയാണ് അതിൻ്റെ രുചി എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് അത് രുചിച്ച് അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രത്യേകത. തേനിനെക്കുറിച്ച് എല്ലാം അറിയാം വയനാട്ടിലെ ഹണി മ്യൂസിയത്തിലെത്തിയാൽ. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഹണി മ്യൂസിയം കൂടി കണ്ട് മടങ്ങാവുന്നതാണ്. റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.